കെമിസ്ട്രി ചാപ്റ്റർ 6 മെറ്റൽസ്. മെറ്റൽസ് എന്ന് പറയുന്ന പാഠത്തിൽ നമുക്ക് ഹാഫ് ഇയർലി എക്സാമിനേഷന് നമുക്ക് പഠിക്കേണ്ടത് മെറ്റലർജി എന്ന് പറയുന്ന ടോപ്പിക് വരെയാണ് നമുക്ക് എക്സാമിന് ഉണ്ടാവുക. അപ്പോൾ അതുവരെയുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ജസ്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ് ആണ്. 6 പ്രോപ്പർട്ടീസ് കൊടുത്തിട്ടുണ്ട്: സൊണോറിറ്റി, മാലിബിലിറ്റി, ഡക്റ്റിലിറ്റി, മെറ്റാലിക് ലസ്റ്റർ ആൻഡ് തെർമൽ ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ഇതൊക്കെ മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. ഇനി ഈ മെറ്റൽസ് സാധാരണ 2 സ്റ്റേറ്റിലാണ് എർത്ത് ക്രസ്റ്റിൽ കാണപ്പെടുന്നത്. ഒന്ന് ഫ്രീ സ്റ്റേറ്റിലും രണ്ടാമത് കമ്പൈൻഡ് സ്റ്റേറ്റിലും. ഫ്രീ സ്റ്റേറ്റിൽ കാണപ്പെടുന്ന മെറ്റൽസ് ആണ് ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം. ഇവർ ലെസ് റിയാക്റ്റീവ് ആയിരിക്കും. ഇനി പൊതുവെ ഹൈ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് എല്ലാം കമ്പൈൻഡ് സ്റ്റേറ്റിലാണ് കാണപ്പെടാറ്. അവരെ വിളിക്കുന്ന പേരാണ് മിനറൽസ്. ഓക്കെ, ഇനി എല്ലാ മിനറൽസിൽ നിന്നും നമുക്ക് മെറ്റൽസിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ പ്രയാസമാണ്. പക്ഷെ ചില മിനറൽസിൽ നിന്ന് വളരെ ഈസി ആയിട്ടും എക്കണോമിക്കലി ആയിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെറ്റൽസിനെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. അത്തരം മിനറൽസിനെ വിളിക്കുന്ന പേരാണ് ഓർ. അപ്പോൾ ഓറിൻ്റെ ഡെഫിനിഷൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഒരു നല്ല മിനറൽസിൻ്റെ ക്വാളിറ്റീസ്? 1 അബണ്ടൻസ്, 2 ഈസ് ഓഫ് എക്സ്ട്രാക്ഷൻ, 3 ഹൈ മെറ്റൽ കണ്ടന്റ്, 4 ലോ പ്രൊഡക്ഷൻ കോസ്റ്റ്. ഇനി എന്താണ് ഓർ എന്ന് പറയും? ഓറിന്റെ ഡെഫിനേഷൻ എല്ലാവരും പഠിക്കണം. എനി മിനറൽ ഫ്രം വിച്ച് എ മെറ്റൽ ക്യാൻ ബി എക്സ്ട്രാക്റ്റഡ് ഈസിലി ആൻഡ് എക്കണോമിക്കലി ഈസ് കോൾഡ് എൻ ഓർ. ഓക്കെ, ഇനി കുറച്ച് മെറ്റൽസ് വന്നിട്ടുണ്ട്, അതിൻ്റെ ഓറുകളുണ്ട്, അതിൻ്റെ ഫോർമുല ഉണ്ട്, പഠിച്ചു വെക്കണം. അലുമിനിയത്തിൻ്റെ ഓറാണ് ബോക്സൈറ്റ്, Al2O3 2H2O. അയണിന് 2 ഓറുകൾ പഠിക്കാനുണ്ട്, ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. കോപ്പറിൻ്റെത് കോപ്പർ പൈറൈറ്റ്സ്, കോപ്പർ ഗ്ലാൻസ്, കുപ്രൈറ്റ്. ഇതിൽ കോപ്പർ പൈറൈറ്റ്സും കോപ്പർ ഗ്ലാൻസും ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം അത് രണ്ടും സൾഫൈഡ് ഓറുകളാണ്. സൾഫൈഡ് ഓറുകൾ പ്രധാനമായിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇനി സിങ്കിൻ്റെ 2 ഓറുകളാണ് സിങ്ക് ബ്ലെൻഡ് അഥവാ ZnS, അതും ഒരു സൾഫൈഡ് ഓറാണ്. അടുത്ത് കലാമിൻ, ZnCO3. മൂന്നാമത്തെ ലാസ്റ്റത്താണ് ടിന്നിൻ്റെത് ടിൻസ്റ്റോൺ അല്ലെങ്കിൽ കാസിട്രൈറ്റ്, അത് കെമിക്കൽ ഫോർമൽ SnO2. ഈ ടേബിൾ എല്ലാവരും ഒന്ന് പഠിക്കണം, ഒന്ന് അറിഞ്ഞു വെക്കണം കാര്യങ്ങളൊക്കെ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്ത ടോപ്പിക്കാണ് മെറ്റലർജി. മെറ്റലർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രോസസ് ഓഫ് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം ഓർസ് റെഫർ ടു ആസ് മെറ്റലർജി. അതായത് ഓറിൽ നിന്നും മെറ്റൽസിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് മെറ്റലർജി. ഇതിൽ പ്രധാനമായിട്ടും 3 സ്റ്റേജുകളാണുള്ളത്. ആ 3 സ്റ്റേജുകളാണ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഹാഫ് ഇയർലി എക്സാമിനേഷനിലേക്ക് നമ്മൾ പഠിക്കേണ്ടത്. ആ 3 സ്റ്റേജിലും നമുക്ക് ആ 3 സ്റ്റേജും എക്സാമിൽ നമുക്ക് സിലബസിൽ പറയുന്നില്ല, പക്ഷെ 3 സ്റ്റേജും പഠിച്ചിട്ട് വേണം നിങ്ങൾ എക്സാമിലേക്ക് പോകാൻ. സിലബസ് അക്കോർഡിംഗ്ലി നമുക്ക് ആ സ്റ്റേജ് 1 മാത്രമാണ് പഠിക്കാനുള്ളത്, കോൺസെൻട്രേഷൻ ഓഫ് ഓർ. ഓക്കെ, നമ്മൾ ഏതായാലും 3 സ്റ്റേജും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് 6ാമത്തെ പാഠത്തിൽ ഡിസ്കസ് ചെയ്യുക കേട്ടോ. ഇനി അതിൽ ഫസ്റ്റ് ഒന്നാമത്തെ സ്റ്റേജാണ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ. അതിനർത്ഥം ആദ്യം മനസ്സിലാക്കി വെക്കാം മക്കളെ. കോൺസെൻട്രേഷൻ ഓഫ് ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓറിൽ ഒരുപാട് ഇംപ്യൂരിറ്റീസ് അഥവാ മാലിന്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഈ മാലിന്യങ്ങളെ റിമൂവ് ചെയ്യുന്ന ആ ഫസ്റ്റ് സ്റ്റേജിനെ വിളിക്കുന്ന പേരാണ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ. പ്രധാനമായിട്ടും 4 നമ്മൾ ഈ സാധാരണ ഈ മാലിന്യങ്ങൾക്ക് വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്, അതാണ് ഗാങ് എന്ന് വിളിക്കുക കേട്ടോ, ഗാങ്. ഇനി നമുക്ക് ഒരു ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ 4 മെത്തേഡ്സ് ഉണ്ട്. അതിൻ്റെ പേരുകളാണ്: ഒന്നാമത് ലെവിഗേഷൻ. ഇത് സാധാരണയായിട്ട് നമ്മൾ ചെയ്യാറ്, ഇപ്പോൾ ഓറും ഗാങ്ങും ഉണ്ടെങ്കിൽ ഓറിനാണ് ഡെൻസിറ്റി കൂടുതലെങ്കിൽ നമ്മൾ ഈ മെത്തേഡാണ് ചെയ്യുക, ഹൈഡ്രോളിക് വാഷിംഗ്. അതിന് എക്സാമ്പിൾ ഓക്സൈഡ് ഓറുകളാണ്. ഇനി ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ എപ്പോഴാണ് ചെയ്യാം? അത് ഓറിൻ്റെ ഡെൻസിറ്റി ഗാങ്ങിനേക്കാൾ കുറവുള്ള സമയത്താണ്. അതായത് ഡെൻസിറ്റി ഓഫ് ഓർ ലെസ് ദാൻ ഗാങ് ആണെങ്കിൽ നമ്മൾ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ആണ് ചെയ്യുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, അത് നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നത് ഏത് ഓറുകളെയാണ്? സൾഫൈഡ് ഓറുകൾക്കാണ് നമ്മൾ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ചെയ്യാറ് കേട്ടോ. അടുത്ത മാഗ്നറ്റിക് സെപ്പറേഷൻ ആണ്. ഇതിൽ ഓറിനോ അല്ലെങ്കിൽ ഗാങ്ങിനോ ഏതെങ്കിലും ഒരാൾക്ക് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നമ്മൾ ഏത് മെത്തേഡോ ഉപയോഗിക്കാം? മാഗ്നറ്റിക് സെപ്പറേഷൻ. അതിന് എക്സാമ്പിളാണ് ടിൻസ്റ്റോണും മാഗ്നറ്റൈറ്റും. ഇനി 4ാമത്തതാണ് ലീച്ചിങ്. ലീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓറിനെ ഒരു സ്യൂട്ടബിൾ സോൾവെന്റിൽ എന്ത് ചെയ്യും? മിക്സ് ചെയ്തിട്ട് അതിനെ ഡിസോൾവ് ചെയ്യും. അങ്ങനെ ഓറ് ഡിസോൾവ് ആവും, പക്ഷെ ഗാങ് എന്താവില്ല? ഡിസോൾവ് ആവില്ല, അത് ഇൻസോൾയുബിൾ ആവും. നമുക്കതിനെ ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റും. ഈ മെത്തേഡാണ് ലീച്ചിങ്. ഇത് സാധാരണയായിട്ട് നമ്മൾ ലീച്ചിങ് ചെയ്യുന്നത് ഏത് ഓറിനെയാണ്? ബോക്സൈറ്റിനെയാണ്, അലുമിനിയത്തിൻ്റെ ഓറായ ബോക്സൈറ്റിനെയാണ്. അപ്പോൾ ഈ ടേബിൾ എല്ലാവരും ഒന്ന് പഠിച്ചു വെക്കണം. ഈ ടേബിളിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഇതുവരെയാണ് നമുക്ക് ശരിക്കും ഹാഫ് ഇയർലി എക്സാമിന്, ക്രിസ്മസ് എക്സാമിന് പഠിക്കാനുള്ളത്. പക്ഷെ നമ്മൾ ഇനി സ്റ്റേജ് 2ലും സ്റ്റേജ് 3യും കൂടി ഡിസ്കസ് ചെയ്യാണ്. സ്റ്റേജ് 2 എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ. നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത ഓറിൽ നിന്ന് നമ്മൾക്കിനി എന്ത് ചെയ്യണം? മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം.
ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ 2 സ്റ്റെപ്പുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഞാൻ എ അതുപോലെ ക്യാപിറ്റൽ ബിയിൽ കൊടുത്തിട്ടുണ്ടാവും. ക്യാപിറ്റൽ എയിൽ കൊടുത്തിരിക്കുന്നത് കൺവേർഷൻ ഓഫ് കോൺസെൻട്രേറ്റഡ് ഓർ ടു ഓക്സൈഡ്. ആദ്യം ആ ഓറിനെ നമുക്ക് ഓക്സൈഡ് ആക്കി മാറ്റണം. അപ്പോൾ ഈ ഓറിനെ ഓക്സൈഡ് ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്ന് കാൽസിനേഷൻ ആണ്, രണ്ടാമത്തത് റോസ്റ്റിംഗ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഈ എക്സാമിന് ഇമ്പോർട്ടൻ്റ് അല്ല, നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ രണ്ടിൻ്റെ മെയിൻ ഡിഫറൻസ് മാത്രമേ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് ഈ ഓക്സൈഡ് ആക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ ഇതിനെ ഹീറ്റ് ചെയ്യാണ്. ഓറിനെ നമ്മൾ ഹീറ്റ് ചെയ്യും. ഓറിനെ എയറിൻ്റെ പ്രസൻസിലാണ് ഹീറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് റോസ്റ്റിംഗ്. അതായത് ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷൻ ആയിരിക്കും. ഇനി എയറിൻ്റെ ആബ്സെൻസിലാണ് നമ്മൾ ഓറിനെ ഹീറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കാൽസിനേഷൻ. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി അടുത്തത് റിഡക്ഷൻ ഓഫ് ഓക്സൈഡ് ഓറാണ്. അപ്പോൾ ഓറുകളെല്ലാം ഓക്സൈഡ് ആയിട്ട് മാറിയില്ലേ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ആ ഓക്സൈഡ് ഓറുകളെ റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ സാധാരണ നമ്മളതിന് റെഡ്യൂസിങ് ഏജന്റുകൾ യൂസ് ചെയ്യാറുണ്ട്. അതിനുപയോഗിക്കുന്ന 3 റെഡ്യൂസിങ് ഏജന്റാണ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. ഒന്ന് ഇലക്ട്രോളിസിസ് അഥവാ ഇലക്ട്രിസിറ്റി, 2 കോക്ക് അഥവാ കാർബൺ ഓർ കാർബൺ മോണോക്സൈഡ്, അതുപോലെ ലെസ് റിയാക്റ്റീവ് മെറ്റൽസ് ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്താൽ മതി. ഓക്കെ, യെസ്. ഇനി അടുത്തതാണ് റിഫൈനിങ് ഓഫ് മെറ്റൽസ്, 3ാമത്തെ സ്റ്റേജ്. റിഫൈനിങ് എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി നമുക്കതിനെ ശുദ്ധീകരിക്കണം. ഇപ്പം നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്തു, അതുപോലെ നമ്മൾ ആ കോൺസെൻട്രേറ്റഡ് ഓറിനെ ഓക്സൈഡ് ആക്കി മാറ്റി, അതുപോലെ അതിനെ ഓക്സൈഡ് ഓറിനെ നമ്മൾ എന്ത് ചെയ്തു, റിഡക്ഷൻ ചെയ്തു. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടും, മെറ്റൽ കിട്ടും കയ്യിൽ. പക്ഷേ ഈ കിട്ടിയ മെറ്റൽ എന്താവണമെന്നില്ല, പ്യുവർ ആവണമെന്നില്ല, അതായത് ശുദ്ധമാവണമെന്നില്ല. അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യണം, ഒന്നും കൂടി ശുദ്ധീകരിക്കണം. അപ്പോൾ ആ മെത്തേഡാണ് 3ാമത്തെ സ്റ്റേജ്, റിഫൈനിങ് ഓഫ് മെറ്റൽ. അപ്പോൾ റിഫൈനിങ് ഓഫ് മെറ്റൽസിൽ നമുക്ക് പഠിക്കേണ്ടത് 3 സ്റ്റെപ്പാണ്, 3 മെത്തേഡ്സ് ആണ്. ഒന്ന് ലിക്വേഷൻ, 2 ഡിസ്റ്റിലേഷൻ, 3 ഇലക്ട്രോളിറ്റിക് റിഫൈനിങ്. പഠിക്കുക, അതിന് ക്യാരക്ടറിസ്റ്റിക്സും മെറ്റൽസും പഠിച്ചു വെക്കുക കേട്ടോ. ലിക്വേഷൻ, നമ്മൾ ഏത് മെറ്റൽസിനാണ് ലിക്വേഷൻ ചെയ്യാം, ടിന്ന്, ലെഡ് പോലെയുള്ള മെറ്റൽസിനെ പ്യൂരിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ലിക്വേഷൻ. എന്തുകൊണ്ടാണ് ഈ ലിക്വേഷൻ സാധാരണയായിട്ട് നമ്മൾ ഏത് മെറ്റൽസിനാണ് ചെയ്യുക, ലോ മെൽറ്റിംഗ് പോയിന്റ് മെറ്റൽസ്. അപ്പോൾ ഈ ടിന്നും ലെഡൊക്കെ ലോ മെൽറ്റിംഗ് പോയിന്റ് മെറ്റൽസ് ആയതുകൊണ്ട് അതിനെ നമുക്ക് ഏത് രീതിയിൽ ശുദ്ധീകരിക്കാം, ലിക്വേഷൻ. അടുത്ത ഡിസ്റ്റിലേഷൻ ആണ്. ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറ് ലോ ബോയിലിംഗ് പോയിന്റ് മെറ്റൽസിന് വേണ്ടിയിട്ടാണ്. എക്സാമ്പിളായിട്ട് സിങ്ക്, കാഡ്മിയം, മെർക്കുറിയാണ്. ഓക്കെ, ഇനി ഇലക്ട്രോളിറ്റിക് റീഫൈനിങ് എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് സാധാരണ കോപ്പറിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു ഇലക്ട്രോളിറ്റിക് സെല്ല് പോലെ നമ്മളതിനെ കൺസിഡർ ചെയ്യുക. അവിടെ ഒരു ആനോഡ് ഉണ്ടാവും, കാഥോഡ് ഉണ്ടാവും. ഈ രീതിയിൽ പ്യൂരിഫൈ ചെയ്യുന്ന മെത്തേഡിന് പറയുന്ന പേരാണ് ഇലക്ട്രോളിറ്റിക് റീഫൈനിങ്. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഹാഫ് ഇയർലി എക്സാമിനേഷന് പഠിക്കാനുള്ളത് കേട്ടോ. ഓക്കെ, താങ്ക് യു.